അപ്പോൾ നമ്മൾ ഫങ്ഷൻസിൻ്റെ ഫൈനൽ പാർട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ കാണാൻ പോകണം. നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. സോ നമുക്കിനി കാണാനുള്ളത് ഈ ഫങ്ഷൻസ് റിട്ടേണിങ് വാല്യൂസ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ഐഡിയ എന്താണെന്ന് വെച്ചാൽ വെൻ വി റൈറ്റ് ഫങ്ഷൻസ് വി മേ ഹാവ് ടു ഡു ഫർദർ കാൽക്കുലേഷൻസ് ദ റിസൾട്ട് ഒബ്റ്റെയിൻ ഫ്രം ദ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനോട് കൂടി നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുകയില്ല എന്ന് വയ്ക്കുക. ഒരുപാട് കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യാനുണ്ടെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻസ് എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷന് കിട്ടിയ റിസൾട്ട് കൊണ്ട് നമുക്ക് വേറെ കാൽക്കുലേഷൻസ് നടന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ എഴുതിയ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, അത് എന്തൊക്കെയോ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ നമുക്ക് തിരിച്ചു തരണം, റിട്ടേൺ ചെയ്യണം അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഡൺ ബൈ യൂസിങ് ദ കീവേഡ് റിട്ടേൺ ഇൻ പൈത്തൺ. ഓക്കെ, അപ്പോൾ റിട്ടേൺ എന്നുള്ള ഈ ഒരു കീവേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫംഗ്ഷനിൽ നമ്മളൊരു ഫംഗ്ഷനിൽ ഒരു കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ ആ ഒരു കാൽക്കുലേഷൻ്റെ റിസൾട്ട് നമുക്ക് മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു തരാനാണ് റിട്ടേൺ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുക. യെസ്, അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ഗീവ് ബാക്ക് ദ കാൽക്കുലേറ്റഡ് വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ് ടു ദി കോളിംഗ് ഫംഗ്ഷൻ. കോളിംഗ് ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷൻ ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ആകാം. നമുക്ക് ഇതിലൊരു പ്രോഗ്രാം നോക്കാം. സി ദിസ് ഇസ് എ വെരി സിമ്പിൾ പ്രോഗ്രാം. നമ്മൾ മുമ്പ് കണ്ടൊരു പ്രോഗ്രാമിനെ കുറച്ചൊരു മാറ്റം വരുത്തുന്നുള്ളൂ, അഡീഷൻ ഓഫ് 2 numbers. ഓക്കെ, സോ വി ആർ ഡിഫൈനിങ് ടോട്ടൽ എ കോമ ബി. എന്നിട്ട് കമൻറ്റ് നമ്മൾ കൊടുക്കുന്നു ഫംഗ്ഷൻ ടു ആഡ് 2 numbers ആൻഡ് പ്രിൻറ്റ് ഇറ്റ്. പിന്നെ നമ്മൾ TOT ടോട്ട് എന്നുള്ള വേരിയബിളാണ് A+B സ്റ്റോർ ചെയ്യണത്. ഇനി എന്താ ചെയ്യുന്നത് നോക്കാം. നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വി ആർ റിട്ടേണിങ് ദ വേരിയബിൾ TOT. അപ്പോൾ ടോട്ട് എന്നുള്ള വേരിയബിളിൽ കിടക്കുന്ന എന്താണ്, ഇറ്റ് ഈസ് ദ സം ഓഫ് A+B. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യണം, ഇറ്റ് ഈസ് റിട്ടേണിങ് എ വാല്യൂ TOT. ഓക്കെ, ഇനി നോക്കിയാൽ ആ റിട്ടേണിന് ശേഷം നമ്മൾ ആ ഒരു ഫംഗ്ഷന് പുറത്തു വന്നു, കാരണം ഇൻഡൻറ്റേഷൻ ഇല്ല. അതിനുശേഷം നമ്മൾ എന്താ കാണുന്നത്, x ഈക്വൽ ടു ടോട്ടൽ 20,30 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ടോട്ടലിൻ്റെ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു. 2 പാരാമീറ്റേഴ്സ് A,Bക്ക് നമ്മൾ 20,30 കൊടുത്തു. ഇവിടെ പ്രത്യേകിച്ച് ആർഗ്യുമെൻറ്റ്സിന് പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റീസ് ഒന്നുമില്ല, നമ്മുടെ ഡിഫോൾട്ടൊന്നും അങ്ങനെയൊന്നുമില്ല. യൂഷ്വൽ 2 ആർഗ്യുമെൻറ്റ്സ് 20,30. അപ്പോൾ ഈ എക്സ് എന്നുള്ള വേരിയബിൾ എന്താ സ്റ്റോർ ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിയേ. TOT എന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്താണോ അതാണ് എക്സിലോണ്ട് സ്റ്റോർ ചെയ്യുക. അത് പ്രത്യേകം ഓർക്കുക. ടോട്ടൽ എന്നുള്ള ടോട്ടൽ എന്നുള്ള വേരിയബിൾ ആ ഫംഗ്ഷനകത്ത് മാത്രമേ ഉള്ളൂ. ടോട്ടൽ A,B എന്നുള്ള ഫംഗ്ഷനകത്ത് മാത്രമേ TOT എന്നുള്ള വേരിയബിളിന് വാലിഡിറ്റി ഉള്ളൂ. ആ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, TOT എന്നുള്ള വേരിയബിൾ റിട്ടേൺ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ച് കിട്ടുക ചെയ്യണം. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ഈ TOT എന്നുള്ള വാല്യൂവിനെ മെയിൻ പ്രോഗ്രാമിൽ എന്ത് ചെയ്തു, എക്സ് എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്തു. കാരണം TOT നമുക്ക് മെയിൻ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു ടോട്ടൽ 20,30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ വാല്യൂ ഓഫ് ദ സം ഓഫ് ദ 2 numbers 20 and 30 ഈസ് സ്റ്റോർഡ് ഇൻ എക്സ്. ഓക്കെ, ഇനി അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ആവറേജ് ഈക്വൽ ടു x/2 നമ്മളെ സമ്മും ആവറേജും കാണുകയാണ്. അപ്പോൾ നമുക്ക് ഫർദർ കാൽക്കുലേഷൻസ് നമുക്ക് ഇവിടെ വേണ്ടി വന്നു. നമുക്ക് വി ആർ കാൽക്കുലേറ്റിംഗ് ആവറേജ്. അതിനുശേഷം നമ്മൾ പ്രിൻറ്റ് സം ഈക്വൽ ടു എന്നും ആവറേജ് ഈക്വൽ ടു നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ വിൽ ഗെറ്റ് ദി സം ആൻഡ് ആവറേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പ്രോഗ്രാമിൻ്റെ കുറച്ചുകൂടെ ഫർദർ എക്സ്പ്ലനേഷനാണ്. ഇൻ ദിസ് പ്രോഗ്രാം ആഫ്റ്റർ ഫൈൻഡിങ് ദ സം ദ ഫംഗ്ഷൻ റിട്ടേൺസ് ദ വാല്യൂ ഓഫ് ദ സം ടു ദ മെയിൻ പ്രോഗ്രാം ആസ് എ വേരിയബിൾ TOT. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടോട്ടൽ എന്നുള്ള വേരിയബിൾ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ ഇല്ല. അതെവിടെ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഫംഗ്ഷനകത്ത് ടോട്ടൽ എന്നുള്ള ഫംഗ്ഷനകത്ത് മാത്രമേ ഉള്ളൂ. സോ വി ഷുഡ് നോട്ട് യൂസ് ദ സെയിം വേരിയബിൾ നെയിം ഇൻസൈഡ് ദ ഫംഗ്ഷൻ ആൻഡ് ഇൻ ദ മെയിൻ പ്രോഗ്രാം. ഓക്കെ, ഇൻ ദ മെയിൻ പ്രോഗ്രാം ദ സം ഈസ് സ്റ്റോർഡ് ഇൻ എക്സ്. നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ TOT എന്നുള്ള വേരിയബിൾ അല്ല. അപ്പോൾ ദ വാല്യൂ ഓഫ് സം സ്റ്റോർ ഇൻ എക്സ് ഈസ് യൂസ് ടു ഫൈൻഡ് ആവറേജ് ആൻഡ് ദെൻ പ്രിൻറ്റ് സം ആൻഡ് ആവറേജ്. നമ്മളിപ്പോൾ കണ്ട കാര്യം തന്നെ. ഇനി നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിന് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉണ്ട്. ആദ്യത്തെ കാര്യം, നമ്മൾ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും അവസാനമാണ് കൊണ്ട് ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റോട് കൂടി നമ്മുടെ ഫംഗ്ഷൻ അവസാനിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ് ടു എക്സിറ്റ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനിൽ ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷന് വാല്യൂ റിട്ടേൺ ചെയ്യാതിരിക്കാം. ഓക്കെ, ഈ നേരത്തെ നമ്മൾ കണ്ട ടോട്ടൽ എന്നുള്ള ഫംഗ്ഷൻ മുമ്പ് എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഒന്നും റിട്ടേൺ ചെയ്തില്ല അല്ലേ. അപ്പോൾ ഇറ്റ് ഡിഡ് നോട്ട് റിട്ടേൺ എനിത്തിങ്. പക്ഷേ രണ്ടാമത്തെ എക്സാമ്പിൾ റിട്ടേൺ ചെയ്തു. അതുമാത്രമല്ല, നമുക്ക് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ A,B നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. സമ്മൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ലെറ്റ് us say DIFF equal to A-B എന്നെടുത്തിട്ട് വി ക്യാൻ റിട്ടേൺ TOT, DIFF നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഡിഫറൻസ് റിട്ടേൺ ചെയ്യും.
ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഒന്ന് റിട്ടേൺ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും, ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിട്ടേൺ ചെയ്യും. ഇനി അതേപോലെ തന്നെ ഇഫ് എ ഫംഗ്ഷൻ റിട്ടേൺസ് എ വാല്യൂ ഇറ്റ് ഈസ് പാസ്ഡ് ബാക്ക് ബൈ ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ആർഗ്യുമെൻറ്റ് ടു ദ കോളർ. ഇഫ് ഇറ്റ് ഡസ് നോട്ട് റിട്ടേൺ എ വാല്യൂ വി നീഡ് നോട്ട് റൈറ്റ് റിട്ടേൺ. അതായത് വേറൊന്നുമല്ല, ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒരു ഫംഗ്ഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് പാസ്ഡ് ബാക്ക് ബൈ ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആസ് എൻ ആർഗ്യുമെൻറ്റ് ടു ദ കോളർ. നമ്മുടെ കോളർ, അതായത് കോളർ ഫംഗ്ഷൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ടാണ് തിരിച്ചു വരിക. കാരണം നമ്മൾ ആ റിസൾട്ട് കോളർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ടാവും. ഇനി നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ഇല്ലെങ്കിൽ റിട്ടേൺ പറയേണ്ട ആവശ്യമില്ല. അതിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് വരേണ്ട കാര്യമില്ല, കാരണം നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, സോ ഫോർ ഫങ്ഷൻസ് നോട്ട് റിട്ടേണിങ് എനി വാല്യൂ നോ നീഡ് ഓഫ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അത്രയാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് അറിയാനുള്ളത്. ഇനി അടുത്തത് നമുക്കറിയേണ്ടത് ഫൈനൽ ടോപ്പിക് ഇൻ അവർ ഫങ്ഷൻസ് ഇറ്റ് ഇസ് സംതിങ് കോൾഡ് ആസ് റിക്കേർഷൻ. ഓക്കെ, ഓർ റിക്കേഴ്സീവ് ഫങ്ഷൻസ്. റിക്കേർഷൻ എന്ന് വെച്ചാൽ എന്താ, മീനിങ് എന്താ? ദ വേർഡ് റിക്കേർഷൻ മീൻസ് സെൽഫ് റെഫറൻസ്. തന്നെത്താനെ റെഫർ ചെയ്യുന്നതിനാണ് നമ്മൾ റിക്കേർഷൻ എന്ന് പറയാം. ഓക്കെ, ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് കോൾസ് ഇറ്റ് സെൽഫ്. ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു എഫ്. ഓക്കെ, ഈ അപ്പോൾ ഓർക്ക് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ എഫ്. ഈ ഫംഗ്ഷൻ എഫിനകത്ത് നമ്മൾ ഇതേ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യുന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഫങ്ഷൻസിനാണ് നമ്മൾ റിക്കേർസീവ് ഫങ്ഷൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഫോർ എ റിക്കേർസീവ് ഫംഗ്ഷൻ ദ കോളിംഗ് ഫംഗ്ഷൻ ആൻഡ് ദ കോൾഡ് ഫംഗ്ഷൻ ആർ ദ സെയിം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇതിൻ്റെ ഉപയോഗം എന്താ? ദിസ് ക്യാൻ ബി യൂസ് ടു ഡു റെപ്പറ്റേറ്റീവ് ടാസ്ക്സ്. നമുക്ക് അടുത്ത പ്രോഗ്രാം നോക്കാം. ഇപ്പോൾ ഇതിങ്ങനെ ഇത്ര മാത്രം കേട്ടുകഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. നമുക്ക് അടുത്ത പ്രോഗ്രാം ഒന്ന് നോക്കാം. വി ആർ സേയിങ് ലെറ്റ് us ഡിഫൈൻ സം ഫാക്ടോറിയൽ. ഏതൊരു ഫംഗ്ഷനാണ് ഫാക്ടോറിയൽ ഓഫ് 3 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഫാക്ടോറിയൽ 2 നമ്മൾ പറയുന്നു. അതായത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മുടെ പൈത്തണിൽ എഴുതി നിൽക്കുക. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മൾ എന്താ എഴുതുന്നത്? ഫാക്ടോറിയൽ 2 ഈക്വൽ ടു 2 ഇൻറ്റു ഫാക്ടോറിയൽ 1 എന്നാക്കി നിൽക്കുക. ഇനി ഫാക്ടോറിയൽ 1ൻ്റെ വാല്യൂ നമ്മൾ 1 ആയിട്ട് മുമ്പേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എന്താ കിട്ടുക നോക്കി. ആദ്യം ഫാക്ടോറിയൽ 3 എന്നുള്ളത് 3 ഇൻറ്റു ഫാക്ടോറിയൽ 2 എന്നാണ്. അപ്പോൾ ഫാക്ടോറിയൽ 2ൻ്റെ വാല്യൂ എന്താണ്? 2 ഇൻറ്റു ഫാക്ടോറിയൽ 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1 ആണ്. അപ്പോൾ സോ ഇറ്റ്സ് 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഒരു ഇൻറ്റു 1 എക്സ്ട്രാ വന്നതാണ്, സോറി. സോ ദ ആൻസർ ഈസ് 6 വിച്ച് ഈസ് 3 ഫാക്ടോറിയൽ. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നെ അതേ ഫംഗ്ഷനെ റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നൗ ഇഫ് ദ നമ്പർ ഇൻ ദ ബ്രാക്കറ്റ് ഇസ് എ ലൂപ്പിംഗ് വേരിയബിൾ ഇറ്റ് വിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ആസ് എ ലൂപ്പ് പ്രോഗ്രസ്സസ്. ഇപ്പോൾ നമ്മൾ ഫോർ ലൂപ്പിലാണ് ഇത്തരത്തിലൊരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ അകത്തൊരു ഫോർ ലൂപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഫോർ ലൂപ്പ് മുമ്പോട്ട് പോകുന്തോറും എന്തായിരിക്കും? ഈ ലൂപ്പിംഗ് വേരിയബിളും നമ്മുടെ കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് കൂടാം അല്ലെങ്കിൽ കുറയാം. ഓക്കെ, അപ്പോൾ മുമ്പ് നമ്മൾ എഴുതിയ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എങ്ങനെ എഴുതാം? വി ക്യാൻ സേ ദാറ്റ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാക്ടോറിയൽ n ഈക്വൽ ടു n ഇൻറ്റു ഫാക്ടോറിയൽ n-1. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്. അതായത് നമ്മൾ ഒരേ ഫംഗ്ഷൻ തന്നെ കോളിങ്ങും കോളറും ആവുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു തെറ്റിദ്ധാരണ വരാവുന്ന. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ശരിയാവില്ലല്ലോ. സെൽഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഫിനിറ്റ് ലൂപ്പായി പോലെയെന്ന് സംശയം വരില്ല. കാരണം ആർഗ്യുമെൻ്റ് വ്യത്യാസമാണ്. നോക്കിയേ, ഫാക്ടോറിയൽ n എന്ന് പറയുന്നത് ഇസ് n ഇൻറ്റു ഫാക്ടോർ സെയിം ഫംഗ്ഷൻ ബട്ട് വിത്ത് എ ഡിഫറൻറ്റ് ആർഗ്യുമെൻറ്റ് n-1. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുന്ന ഫാക്ടോറിയൽ n ഈക്വൽ ടു n ഇൻറ്റു ഫാക്ടോറിയൽ n എന്ന് പറഞ്ഞാൽ പ്രശ്നം അത് ഇൻഫിനിറ്റ് ലൂപ്പായി പോകും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അത് ഇൻഫിനിറ്റ് ലൂപ്പായി പോകും. പക്ഷേ ഇവിടെ ആ പ്രശ്നമില്ല. കാരണം ഇവിടെ നമ്മൾ വേരിയബിൾസ് അല്ലെങ്കിൽ ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് മാറുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, now the function factorial n is calling the same function factorial for calculation. So the function factorial is a recursive function. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫംഗ്ഷനെ സെൽഫ് റെഫറൻസിങ് ചെയ്യുന്ന അതേ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ തന്നെയാണ് നടക്കുക. പക്ഷേ ഇറ്റ് ഈസ് ഡൺ യൂസിങ് എ ഡിഫറെൻറ്റ് നമ്പർ ഓർ എ ഡിഫറെൻറ്റ് വേരിയബിൾ. അതുകൊണ്ടാണ് ഇത് ഇൻഫിനിറ്റ് ലൂപ്പ് ആവാതെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഈ പറഞ്ഞ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ളൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വി ആർ ഡിഫൈനിങ് FACT ഓഫ് n. എന്നിട്ട് നമ്മൾ പറയുന്നു ടു ഫൈൻ ഫാക്ടോറിയൽ ബൈ റിക്കർഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ 0 or 1 ആണെങ്കിൽ നമുക്ക് റിസൾട്ട് എന്താ നമ്മൾ പറയുന്നു? റിസൾട്ട് 1 ആണ് നമ്മൾ പറയുന്നു. ഇനി അതല്ലെങ്കിലോ 0 or 1 അല്ല നമ്മൾ ഇൻപുട്ട് ചെയ്തെങ്കിലോ പിന്നെ നമ്മൾ റിസൾട്ട് ഈക്വൽ ടു n ഇൻറ്റു ഫാക്ടോറിയൽ n-1 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? റിട്ടേൺ റിസൾട്ട്. അപ്പോൾ റിസൾട്ട് എന്നുള്ള വേരിയബിളാണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ സ്റ്റോർ ചെയ്യുക.
എന്നിട്ട് നമ്മൾ അതോടെ റിട്ടേൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ആ ഫംഗ്ഷൻ അവിടെ അവസാനിച്ചു. അത് നോക്കിയാൽ മനസ്സിലാവും ഇൻഡൻറ്റേഷൻ അവിടെ അവസാനിച്ചു. അതിന് ശേഷം നമ്മൾ എന്ത് പറയുന്നു, y ഈക്വൽ ടു മെയിൻ, ഇനി നമ്മൾ പറയുന്നത് മെയിൻ പ്രോഗ്രാമാണ്. മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചെത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, y ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ എ നമ്പർ എന്ന് പറയുന്നു. y ആണ് നമ്മുടെ ഇൻപുട്ട് നമ്പർ. ഇനി നമ്മൾ എന്താ ചെയ്യണം നോക്കിയേ, പ്രിൻറ്റ് ഫാക്ടോറിയൽ ഓഫ് y ഈക്വൽ ടു FACT ഓഫ് y. അതായത് നമ്മളിപ്പോൾ ഇൻപുട്ട് നമ്മളെ FACT എന്നുള്ള ഫംഗ്ഷനിലെ നമ്മൾ ഇവിടുന്ന് കോൾ ചെയ്യാം അല്ലേ. പ്രിൻറ്റ് ഫംഗ്ഷനകത്താണ് ഈ കോളിംഗ് നടക്കുന്നത്, യാതൊരു പ്രശ്നമില്ല, നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, FACT ഓഫ് y എന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് ചെയ്ത് ലെറ്റസ് 8 ആണെങ്കിൽ ഫാക്ടോറിയൽ ഓഫ് 8, FACT 8 എന്നാണ് വരിക. അപ്പോൾ അത് എങ്ങോട്ടൊക്കെ പോകുമെന്ന് വെച്ച് നോക്കിയേ, FACT n പകരം FACT 8 ആയിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഫോൾസ് ആണ്, എൽസിലേക്ക് ചാടും, കാരണം 8 ആണ് നമ്മുടെ നമ്പർ, 0 ഒന്നുമല്ല. പിന്നെ എന്താ വരിക, റിസൾട്ട് ഈക്വൽ ടു n എന്ന് വെച്ചാൽ 8 ഇൻറ്റു എന്താ ഫാക്ടോറിയൽ n-1 7. അപ്പോൾ 8 ഇൻറ്റു 7 അല്ലേ. അടുത്ത ഒന്നും കൂടെ തിരിയും, ഒന്നും കൂടെ ലൂപ്പ് ചെയ്യും. 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 1 എന്ന് വരുമ്പോൾ എന്താ കിട്ടുക, റിസൾട്ട് ഈക്വൽ ടു ഫാക്ടോറിയൽ n-1 ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഈ റിസൾട്ടിനകത്ത് 8 മുതൽ 2 വരെയുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ യു റിട്ടേൺ ദി റിസൾട്ട്. ഓക്കെ, അപ്പോൾ കാരണം എൽസും ഇഫ് നോക്കിയാൽ മനസ്സിലാവും ഇൻറ്റൻറ്റഡ് ആണ്, അപ്പോൾ ഇതിൽ ലൂപ്പ് ഓൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാം. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ്, ഇപ്പോൾ പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷനാണ്. ദിസ് എ പ്രോഗ്രാം ഫോർ ഫൈൻഡിങ് ഫാക്ടോറിയൽ ഓഫ് എ ഗിവൺ നമ്പർ. ഈ റിക്കർഷൻ സംഭവിക്കുന്നത് അയൽ സ്റ്റേറ്റ്മെൻറ്റിനകത്താണ്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. വേർ ദ ഫംഗ്ഷൻ ഫാക്ടോറിയൽ FACT n കോൾസ് സെയിം ഫംഗ്ഷൻ വിത്ത് ദ പാരാമീറ്റർ n-1. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരേ പാരാമീറ്റർ ആയിരിക്കില്ല. ഓക്കെ, മെയിൻ പ്രോഗ്രാമിൽ എന്തൊക്കെയുള്ളൂ, നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനേഷൻ ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്, ഇറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് ആസ്കിങ് ദ യൂസർ ടു ഇൻപുട്ട് ദ നമ്പർ ഹൂസ് ഫാക്ടോറിയൽ ഈസ് ടു ബി ഫൗണ്ട് ഔട്ട്. പിന്നെ നമ്മൾ എന്താണ്, പ്രിൻറ്റ് ഫംഗ്ഷൻ കൊടുക്കുന്നു. പ്രിൻറ്റിലാണ് നമ്മൾ ഈ ഫംഗ്ഷനെ വിളിക്കുന്നത്. കോളിംഗ് പോകുന്നത് പ്രിൻറ്റ് ഫംഗ്ഷനകത്താണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പോൾ നമ്മൾ 6 കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫാക്ടോറിയൽ 720 കിട്ടും. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിളും കൂടി കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് ഫൈൻഡ് ദ ഫിബൊനാച്ചി സീരീസ് യൂസിങ് റിക്കർഷൻ. ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ FIBREC എന്നൊരു ഫംഗ്ഷൻ ഫിബൊനാച്ചി റിക്കർഷൻ ആയ കാരണം ഞാൻ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, FIBREC ഓഫ് n. ഇനി നമ്മൾ എന്താ പറയണത്, ഇഫ് n ഈസ് ലെസ് ദാൻ 2, n എന്നുള്ള വാല്യൂ n 2ൽ താഴെയാണെങ്കിൽ യു റിട്ടേൺ വാല്യൂ 1. ഇനി അതല്ലെങ്കിലോ, എന്നിൻ്റെ വാല്യൂ 2ൽ താഴെ അല്ലാണ്ട് കൂടുതലാണെങ്കിലോ നമുക്ക് എന്താ വേണ്ട, y ഈക്വൽ ടു FIBREC n-1 പ്ലസ് FIBREC n-2 എന്ന് പറയുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ y. ഓക്കെ, അതിനുശേഷം നമ്മൾ മെയിൻ പ്രോഗ്രാമിലേക്ക് വരുന്നു. n ഈക്വൽ ടു ഇൻപുട്ട് അല്ലേ, എത്ര നമ്പർ വരെ നമുക്ക് ഫിബൊനാച്ചി സീരീസ് വേണമെന്നുള്ള ഇൻപുട്ടാണ് ചോദിക്കുന്നത്, അത് n-ൽ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ 0 മെയിൻ പ്രോഗ്രാമിൽ തന്നെ പ്രിൻറ്റ് ചെയ്ത് വെക്കുകയാണ്. കാരണം നമ്മുടെ ലൂപ്പിനകത്ത് നോക്കിയാൽ മനസ്സിലാവും 0 അവിടെ പ്രിൻറ്റിങ് നടക്കില്ല. ഓക്കെ, 0 വിൽ നോട്ട് ബി പ്രിൻറ്റ് ഇൻസൈഡ് ദി FIBREC ഫംഗ്ഷൻ. അത് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ പേപ്പറിലൊന്ന് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ പേപ്പറിലൊന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഇനി പ്രിൻറ്റ് 0 കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയണത്, ഫോർ i ഇൻ റേഞ്ച് n നമ്മൾ എന്താ ചെയ്യണം, പ്രിൻറ്റ് FIBREC i. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൂപ്പിനകത്താണ് ഈ വേരിയബിൾ വരുന്നതെങ്കിൽ ഇതിൽ കീപ്പ് ഓൺ ലൂപ്പിംഗ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ പ്രിൻറ്റ് FIBREC i എന്നാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ FIBRECയുടെ എന്താ നമുക്ക് റിട്ടേൺ ചെയ്യുക, y ആണ് റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ 1 ആണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർ i ഇൻ റേഞ്ച് n എന്ന് പറഞ്ഞാൽ എന്താ, 0 മുതൽ അല്ലേ n-1 വരെ വരും. അപ്പോൾ അത് ആദ്യം i ഈക്വൽ ടു ലെറ്റസ് 0 ആണെങ്കിൽ എന്താ വരിക, n ഈസ് ലെസ് ദാൻ 2 ആണ്. അപ്പോൾ അവിടെ എന്താ വരിക, 1 വരും അല്ലേ. അപ്പോൾ ആദ്യം 0 ആദ്യം പ്രിൻറ്റ് ചെയ്ത്, ഏറ്റവും ആദ്യം മെയിൻ പ്രോഗ്രാമിൽ 0 പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നത്തെ എന്താ 1, കാരണം n ലെസ് ദാൻ 2 ആണെങ്കിൽ 1 ആണ് വരേണ്ടത് അല്ലേ. പിന്നെ അടുത്ത് എന്താ വരിക, ഐയുടെ വാല്യൂ കൂടും 1, ഐയുടെ വാല്യൂ കൂടുമ്പോൾ FIBREC 1. അപ്പോഴും നമ്മുടെ ഇഫ് n ഈക്വൽ ലെസ് ദാൻ 2 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആണ്.
അപ്പോൾ വെഗെയിൻ ഇൽ റിട്ടേൺ 1, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ 1 കിട്ടി അല്ലേ. അപ്പോൾ പിന്നെ അടുത്ത് എന്തായി, ഫോർ i = എന്നുള്ളതിൽ ഐയുടെ വാല്യൂ പിന്നെ വരുന്നത് 2 ആണ്. 2 വരുമ്പോൾ n<2 അല്ല, അപ്പോൾ എൽസിലേക്ക് ചാടും. അപ്പോൾ എന്താ വരിക നോക്കിയേ, FIBREC n-1 n-2. അപ്പോൾ n-1 FIBREC n-1 എന്ന് പറയുമ്പോൾ 2 - 1 1 ആണ്. FIBREC 1 എന്നുള്ളത് എന്താണ്, 1 ആണ്. നമ്മൾ നേരത്തെ കണ്ടീഷൻ എഴുതുന്നത് n<2 ആണെങ്കിൽ വാല്യൂ 1 അല്ലേ, റിട്ടേൺ 1 അല്ലേ. അപ്പോൾ 1 പ്ലസ് ഇനി FIBREC n-2 n2 ആണ്. 2 - 2 is 0. FIBREC 0. if n<2 അവിടെയും 1 തന്നെ. അപ്പോൾ 1 + 1 വരും. സോ ദാറ്റ് ഈസ് 2. ഇപ്പോൾ രണ്ടാമത്തെ ആയി. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ ഇനി അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 2 ആണ് നമ്മുടെ നമുക്ക് റിട്ടേൺ കിട്ടണത്. അപ്പോൾ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും, 2 പ്രിൻറ്റ് ചെയ്യും. പിന്നെ i = 3 അല്ലേ. അപ്പോൾ i = 3 കൊടുത്തു കഴിഞ്ഞാൽ എൽസിലേക്ക് നേരെ ചാടുള്ളൂ. അപ്പോൾ 3 വരുമ്പോൾ 3 - 1 3 - 2 3 - 1 is 2 അല്ലേ. 3 - 1 is 2 എന്ന് പറയുമ്പോൾ ഈ എൽസിൽ ഒന്നും കൂടെ ലൂപ്പ് ചെയ്ത് അത് നമുക്ക് എന്ത് കിട്ടും, 3 തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ കൊടുത്ത നമ്പർ വരെ ഈ ഫോർ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മളിവിടെ റിക്വയർഡ് നമ്പർ 6 ആണ് കൊടുത്തിട്ടുള്ള, സോ ലൂപ്പ് അണ്ടിൽ 6. ഓക്കെ,